ഗൈസ്, കോട്ടയത്ത് ഒരു ചിന്ന സൂ സെറ്റായത് അറിഞ്ഞായിരുന്നോ? സംഭവമൊക്കെ പോയിട്ടോ. എന്നാലും അത് മിസ്സായവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ. ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മൃഗങ്ങളെന്നൊന്നും പറയാനില്ല, അധികം മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പക്ഷികളുടെ ഒരു അത്യാവശ്യം നല്ല കളക്ഷൻസ്, ഞാൻ കാണാത്ത കുറേ പക്ഷികളെ കാണാനിടവന്നു. ഇപ്പോൾ തത്തമ്മയും അല്ല ഇതുപോലെയുള്ളത് തന്നെ പല പല കളർ കോമ്പിനേഷനിൽ പല പല കളർ വെറൈറ്റികളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കാണാത്തവർക്ക് വേണ്ടി ഒന്ന് നമ്മൾ വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്ത് വിട്ടേക്കുവാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ലാസ്റ്റ് വരെ കാണണം. കാരണം ഇന്ന് വരെ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള പല കളർ കോമ്പിനേഷൻസിൽ വരെയുള്ള പക്ഷികൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതിൻ്റെ ടിക്കറ്റ് ചാർജൊക്കെ 60 രൂപയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സംഭവം തീർന്നു. പക്ഷെ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് ഈ പക്ഷികൾ മാത്രമല്ലായിരുന്നു, അതിൻ്റെ അകത്ത് മൃഗങ്ങളില്ല. എന്നാൽ പക്ഷേ അതിൻ്റെ അകത്ത് പാമ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമുക്ക് കയ്യിലൊക്കെ പാമ്പിനൊക്കെ എടുത്ത് വെക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ കളർ കണ്ടു. ഈ പക്ഷിയിലൊക്കെ ഇങ്ങനെ വെറൈറ്റി കളർ കോമ്പിനേഷനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണ്. പക്ഷെ എന്നാലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒത്തിരി. പിന്നെ പ്രാവുകളുടെ ഒരു വലിയൊരു വമ്പൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. പ്രാവുകളും പിന്നെ ഇതുവരെ കാണാത്ത പോലത്തെ കോഴികൾ എന്ന് വെച്ചാൽ നല്ല ഭയങ്കര വലിയ തടിമാടൻ കോഴികൾ. ഞാനിത് കാണിച്ചു തരാം നിങ്ങളെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടു. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 60 രൂപ ടിക്കറ്റ് ചാർജ് അത്ര മോശമായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് കാണാൻ സാധിക്കുമല്ലോ. നമ്മൾ കോട്ടയത്ത് സൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെയുള്ള ചെറിയ സെറ്റപ്പുകളൊക്കെ ആണെങ്കിലും നല്ലത് തന്നെയല്ലേ. പിന്നെ ഒത്തിരി വെറൈറ്റി ഞാൻ ഇങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ. പ്രാവിൻ്റെ തലയുടെ അവിടെ കണ്ടോ? ഈ പ്രാവിൻ്റെയൊക്കെ തലയുടെ അവിടെ കണ്ടോ? ഒരു പ്രത്യേക ഒരു എടുപ്പല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല തരത്തിലുള്ള പക്ഷികളുണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ സങ്കടം തോന്നിട്ടോ, ഇതിൻ്റെ വാലിൻ്റെ നീളം കണ്ടോ, ഇതിനാ കൂട് തികയുന്നും കൂടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില പക്ഷികളൊക്കെ അതിനകത്ത് കിടന്ന് സഫർ ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് നിന്ന് തിരിയാൻ പോലും ഇടയില്ല. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ. ഇതൊന്നും മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് കാഴ്ചകൾ വരെ കാണാവേ. കൗതുകം തോന്നിയ ഐറ്റം കേട്ടോ. ഇതിനെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അന്നയും സാനും അന്തോണിയും മാറി പയ്യെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് അനങ്ങുന്നില്ല കേട്ടോ. അത് ഒരു റിയാക്ഷനും ഇല്ല. അതിങ്ങനെ ഒത്തിരി ആൾക്കാരെ കണ്ട് ഇങ്ങനെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ. അനങ്ങുന്നില്ല, ഒരു അനക്കവും ഇല്ല. അത് അവിടെ കൂളായിട്ടിരിക്കുക വന്ന് തൊട്ടിട്ടൊക്കെ. പിന്നെ അതേ നേരം അവിടെ നിർത്തിയില്ല, അവിടെ നിന്ന് മാറ്റി കേട്ടോ. പിന്നെ എന്തൊക്കെയോ ജീവികളുണ്ടായിരുന്നു കേട്ടോ. ജീവികൾ വളരെ കുറവായിരുന്നു, കയ്യിലുണ്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു വലിയ ആമയൊക്കെ കണ്ടു കേട്ടോ. ചിലതൊന്നും എടുക്കാൻ പറ്റിയില്ല ആൾക്കാരുടെ തിരക്ക് കാരണം. പിന്നെ അവിടുത്തെ വേറൊരു റൂമിലോട്ട് കയറി. അതൊരു വല്ലാത്ത റൂമായിരുന്നു കേട്ടോ. ഭയങ്കര ലൈറ്റും കാര്യങ്ങളും എഫക്റ്റൊക്കെ. എന്നിട്ട് അത് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കും. ഇങ്ങനെ പക്ഷികൾ നമ്മുടെ തലയുടെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും കേട്ടോ. ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് നമ്മൾ ഈ ഒരുമാതിരി കിളിക്കൂടിൻ്റെ അകത്തൊക്കെ കയറിയൊരവസ്ഥയാണ്. എന്നിട്ട് ഇത് കേട്ടോ, പാമ്പുണ്ടായിരുന്നു. അതിനിങ്ങനെ കയ്യിലൊക്കെ വെച്ചാൽ കയ്യിൽ വെച്ച് എനിക്ക് ഭയങ്കര അറപ്പും പേടിയുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ടേ നോക്കിയില്ല. പിന്നെ കുറേ കിളിക്കുഞ്ഞുങ്ങളെ കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര കൗതുകത്തിന് പോയി എടുക്കുകയും കയ്യിൽ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അധികം നേരം നിന്നില്ല, ഭയങ്കര സ്മെല്ലും പൊട്ടിയൊക്കെയാണ്. ഭയങ്കര ഒരു നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേഗം മാറി. അത് കഴിഞ്ഞ് അടുത്ത റൂമിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ അവർ കുറേ മൃഗങ്ങളുടെയൊക്കെ നല്ല 3D പോലെ ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കുറച്ച് നേരം ഇങ്ങനെ ചുമ്മാ അതൊക്കെ കയറി കണ്ട് ഇങ്ങനെ കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങാം. പിന്നെ അവിടെ നേരെ ഇറങ്ങിയപ്പോൾ കുറേ കടകളാണ് കേട്ടോ. എല്ലാ പ്രദർശനങ്ങളിലും കാണുമല്ലോ അതിൻ്റെ കൂടെ. അപ്പം ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഫർണിച്ചർ കട തൊട്ട് തുണിക്കട, എന്നാ പറയുക, മൈലാഞ്ചിയുടെ, പിന്നെ ലേഡീസ് ഐറ്റംസ്, തുണികൾ, പിന്നെ കോഴിക്കോടൻ ഹൽവ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. പിള്ളേർക്കുള്ള ടോയ്സും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തൽക്കാലം അവിടെ നിന്ന് മേടിച്ചില്ല. വേഗം വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ താണ്ട വെളിയിൽ ഇതുപോലെ ഒരു ഐറ്റം
നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു ചെറിയൊരു ബോട്ടിങ് പോലെയൊക്കെ ചെയ്യാവുന്നത് എല്ലാം ഓക്കെയാണ്. പക്ഷെ ഭയങ്കര ഒരു വൃത്തിയല്ല എന്ന് തോന്നിയിട്ടോ, ഒത്തിരി സ്മെല്ലും ഒരു ഹൈജീൻ അല്ല ഒട്ടും, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നി. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കൊള്ളാം അല്ലേ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്കും ദൂരെ ഒന്നും പോകാതെ കുറേ കാഴ്ചകളൊക്കെ കാണാമല്ലോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള കുട്ടികളുടെ പാർക്കിൽ കയറി സാനുവാണ് ടോയ്സ് മേടിച്ചു കൊടുക്കാത്തതിൻ്റെ പിണക്കത്തിലാണ്. പിണക്കൊക്കെ മാറ്റി ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.